നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് ഇറച്ചി ഉലർത്തിയത്. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പോർക്കിൻ്റെ മീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ക്യൂബായിട്ട് കട്ട് ചെയ്തത് 1.5 കിലോ, നാളികേര കൊത്ത് 1/2 കപ്പ്, സവോള നീളത്തിൽ കട്ട് ചെയ്തത് 2 വലിയ സവോള, ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് 3.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് 3 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1/2 ലെമൺ, പച്ചമുളക് 2 പിളർന്നത് 6 മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കറിവേപ്പില 4 തണ്ട്, ചൂടുവെള്ളം 1 കപ്പ്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു സ്കില്ലറ്റിലോട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ 2 പിളർന്നു വച്ചിരിക്കുന്ന 6 പച്ചമുളക്, 3.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 തണ്ട് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവോള നന്നായിട്ട് വഴലുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. സവോള ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് നാളികേര കൊത്തിട്ട് നന്നായിട്ട് വഴറ്റുക. കുറേ മൂക്കാത്ത നാളികേരത്തിൻ്റെ കൊത്താണ് ഇതിന് നല്ലത്. ഇനി ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല എന്നിവയിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. ഞാനിന്നിവിടെ കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും പകുതി വീതമാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് ഞാനിന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പൈസസിൻ്റെ പച്ചമണം മുഴുവൻ മാറുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സ്പൈസസിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 കിലോ പോർക്ക് ഇറച്ചിയിട്ട് ശരിക്കും മിക്സ് ചെയ്യുക. മീറ്റിൽ മസാല നന്നായിട്ട് കോട്ട് ചെയ്യുന്നത് വരെ മിക്സ് ചെയ്യുക. ഇപ്പോൾ മസാല നന്നായിട്ട് മീറ്റിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക.
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീറ്റ് ഇപ്പോൾ ഗ്രേവിയെല്ലാം പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പകുതി ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞിതുപോലെ ഒഴിക്കുക. ഇത് ഏകദേശം 3-4 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യണം. മീറ്റ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഉലർന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി പോർക്ക് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഇറച്ചി ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.